ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പട്ടാമ്പിയിൽ ശ്രദ്ധ സേഫ് ഹാൻഡ്സ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ പരിശീലന പരിപാടി ആരംഭിച്ചു. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനും ജീവനുകൾ രക്ഷിക്കാൻ പൊതുജനങ്ങളെ പ്രാപ്തരാക്കുന്നതിനും സൗജന്യ അടിയന്തര പ്രാഥമിക ശുശ്രൂഷ നൽകുന്ന പദ്ധതിയാണിത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള വലിയൊരു മഹത്തായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ട്രെയിനിങ് കിട്ടുമ്പോൾ അത് നമുക്ക് താഴെത്തട്ടിൽ നമ്മുടെ പ്രദേശത്ത് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതിന് ഘട്ടം ഘട്ടമായി ഇതിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിയും. നമ്മൾ മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് എല്ലാ അവസരത്തിലും നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ അത് പഠിപ്പിച്ചാൽ അവർ ഏത് യാത്രയിൽ എന്ത് പെട്ടെന്ന് കണ്ടാലും അവർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാനും അങ്ങനെ സഹായിക്കാനും കഴിയും. ഇപ്പോൾ 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. സൂപ്പർ. അത്യാഹിതങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഫസ്റ്റ് എയ്ഡ് അറിവും CPR പരിശീലനവും ഉണ്ടെങ്കിൽ പലപ്പോഴും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. മുഹമ്മദ് മൂസൻ MLA അധ്യക്ഷനായി. പട്ടാമ്പി താലൂക്ക് ആശുപത്രി, ഫയർഫോഴ്സ് എന്നിവയുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. കളറുള്ള ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ട് കയറും. അപ്പം നമ്മൾ സ്പീഡ് ഓഫ് കംപ്രഷൻ കൂടിയാൽ ബ്ലഡ് ഇങ്ങനെ ആയിരിക്കും പമ്പ് ചെയ്യുന്നത്. സ്പീഡ് കുറഞ്ഞാലും പതുക്കെ ബ്രെയിനിലെ എഫക്റ്റ്. അതുകൊണ്ട് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് 100 മുതൽ 120 ഇടയിലൊക്കെ നമ്മളെ കംപ്രഷൻ്റെ താളം, ഈ കംപ്രഷൻ കൊടുക്കുന്ന റേറ്റ് 100 മുതൽ 120 ഇടയിലായിരിക്കും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ സംഭവം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.